ഈ ഇലയൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് നല്ല മണമാണ് ഈ ബിരിയാണിന്ന് വരുന്നതെന്നറിയോ? ഇതാണ് പൊള്ളിച്ച ബിരിയാണി. സ്പോട്ട് എവിടെയാണെന്ന് ലാസ്റ്റിൽ പറഞ്ഞുതരാം. വാഴയിലയിൽ റാപ്പ് ചെയ്തേക്കുന്ന ഈ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണ്. കൈമ റൈസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പൈസി ആണ്. പിന്നെ ഈ കാണുന്ന ശ്രീലങ്കൻ ബിരിയാണി ഉണ്ടല്ലോ, ഇത് കൈമ റൈസിലാണ് വരുന്നത്. സ്പൈസ് കുറവാണ്. മലബാറി ബിരിയാണിയായിട്ട് കുറച്ച് സിമിലർ ആണ് മസാല. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി ഈ ഒരു ബിരിയാണി. പിന്നെ അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ഈ തലപ്പാക്കട്ടി ബിരിയാണിയാണ്. നല്ല ടാങ്കി ആയിട്ട് തോന്നി. ബാക്കിയുള്ള ബിരിയാണിന്ന് തലപ്പാക്കട്ടിയെ ഡിഫറെന്റ് ആക്കുന്നത് ഇന്ത്യൻ സ്പൈസി മസാലയും ഇതിന്റെ മണവുമാണ്. നല്ല ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസിൽ വരുന്ന ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ അറോമ തന്നെ ഭയങ്കര റിച്ച് ആണ്. ഇതിലെ ചിക്കന്റെ മാരിനേഷനും എടുത്തു പറയാനുണ്ടായിരുന്നു. മീഡിയം സ്പൈസിയാണ് മസാല. ഇതിന്റെ കൂടെയും എഗ് ഉൾപ്പെടെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന അറബിക് ബിരിയാണി മിഡിൽ ഈസ്റ്റ് ഒറിജിൻ ആണ്. ബാസ്മതി റൈസ് ആണ് ഇതിലും വരുന്നത്. മൈൽഡ് സ്പൈസി മസാലയാണ് കേട്ടോ ഇത്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുത്തേക്കുന്ന തന്തൂരി ചിക്കൻ ആണ് ഈ ബിരിയാണി റൈസിനോടൊപ്പം വരുന്നത്. ഇതിലെ ഹൈലൈറ്റ് മൈൽഡ് സ്പൈസി റൈസിന്റെ കൂടെ വരുന്ന സ്മോക്കി തന്തൂരി ചിക്കൻ തന്നെയാണ്. ഇപ്പൊ അടൂരില് ഹോട്ടൽ യമുനയിൽ വെച്ച് നടക്കുന്ന ബിരിയാണി ഫെസ്റ്റിൽ എത്തിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് അടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപം ഹോട്ടൽ യമുന. സോ അടുത്തൊരു കിഡിലെ സ്പോട്ടായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം സൗത്ത് സൈഡ് ഫുഡീസ്.